ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജന്മാഷ്ടമിയാണ് വരാൻ പോകുന്നത്. 2025 സെപ്റ്റംബർ മാസം 14 തീയതി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭഗവാന് അന്നേ ദിവസം നമുക്ക് എന്തൊക്കെ സമർപ്പിക്കാൻ സാധിക്കും, എന്തൊക്കെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഭഗവാന് അർച്ചന ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ അർച്ചനകളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സർവേശ്വരൻ ഭൂമിയിൽ അവതരിച്ചത്? ഭൂമിദേവിയുടെ സങ്കടം തീർക്കുന്നതിനായിട്ടാണ് വൈകുണ്ഠപതി ഭൂമിയിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചത്. പരശുരാമനാൽ കൊല്ലപ്പെട്ട കാർത്യവീരാർജുന പുത്രന്മാരിൽ മധു എന്ന ഒരു പ്രശസ്തനായ ഒരു ആളുണ്ടായിരുന്നു. ആ മധുവിൻ്റെ പുത്രനാണ് വിഷ്ണു. ആ വിഷ്ണു വളരെ പ്രമുഖനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കുലത്തിന് വിഷ്ണു വംശം എന്ന ഒരു പേര് കൂടി ലഭിച്ചു. യഥാർത്ഥത്തിൽ അതിന് യദുവംശം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. യദു എന്ന ശ്രേഷ്ഠന്റെ നാമത്തിലാണ് ആ കുലം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ വരുന്ന ആ വഴിക്കാണ് പിന്നീട് ഒരു ശ്രേഷ്ഠനായ വിഷ്ണു ആ കുലത്തിൽ ജനിച്ചത്. അതുകൊണ്ട് ആ വിഷ്ണുയുടെ പേരിൽ കൂടി ഈ കുലം അറിയപ്പെട്ടു. അങ്ങനെ യദുവംശത്തിന് വിഷ്ണു വംശം എന്ന ഒരു പേരും കൂടി ലഭിച്ചു. അങ്ങനെ വിഷ്ണുവിൽ നിന്നും പിന്നീട് 13ാമത്തെ തലമുറയായി അന്ധകൻ എന്ന ഒരു യാദവ നേതാവും കൂടി ഉണ്ടായി. അദ്ദേഹവും ഒരു വംശശ്രേഷ്ഠനായിരുന്നു. പിന്നീട് ആ വംശത്തിന് അന്ധക വംശം എന്ന ഒരു പേര് കൂടി ഉണ്ടായി. അപ്പൊ യദുവംശം തന്നെയാണ് വിഷ്ണു വംശം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ അന്ധക വംശം എന്നറിയപ്പെടുന്നതും ഈ വംശം തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഈ വംശങ്ങളെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം യദുവംശം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞത്. അങ്ങനെ ഈ അന്ധകന്റെ 10ാമത്തെ തലമുറയാണ് പുനർവസു. 10ാമത്തെ തലമുറയിൽ ജനിച്ച ആളാണ് പുനർവസു. അദ്ദേഹത്തിന്റെ പുത്രനായി ആഹൂകൻ എന്ന ഒരു യാദവ മുഖ്യൻ പിറന്നു. അദ്ദേഹം തൻ്റെ സാമർഥ്യത്താലും ബലത്താലുമൊക്കെ ഈ മധുരാപുരിയുടെ രാജാവായി തീർന്നു. ആഹുകന് 2 പുത്രന്മാരുണ്ടായി. ആഹുകന്റെ 2 പുത്രന്മാരുടെ പേരുകളാണ് ദേവകൻ, ഉഗ്രസേനൻ. ദേവകൻ ജ്യേഷ്ഠനായിരുന്നു, ഉഗ്രസേനൻ അനിയനായിരുന്നു. പക്ഷേ പിതാവിൻ്റെ മരണശേഷം അനുജനായ ഉഗ്രസേനനാണ് രാജാവായത്. ഉഗ്രസേനന് 9 പുത്രന്മാരും 5 പുത്രികളുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത പുത്രനായിരുന്നു ആര്? കംസൻ. ഉഗ്രസേനന്റെ ബന്ധുവും സുഹൃത്തുമായിരുന്ന വിഡുരഥൻ എന്ന യാദവ നേതാവിൻ്റെ പുത്രൻ ശൂരസേനൻ മധുരാപുരിയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. ഉഗ്രസേനനും കംസനും കൂടി അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ആ രാജ്യം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഈ ശൂരസേനന് ശിനി എന്ന ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നിയിൽ ജനിച്ചു. ഈ ശിനിക്ക് ഹൃദീകൻ, ഭോജൻ എന്ന 2 പുത്രന്മാർ ജനിച്ചു. കൃതവർമാവ് എന്ന് പിന്നീട് പേരുകേട്ട യാദവ പ്രമാണി ഈ ഹൃദീകന്റെ പുത്രനാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ബന്ധങ്ങളൊക്കെ മനസ്സിലായല്ലോ. ശൂരസേനന്റെ മറ്റൊരു ഭാര്യയാണ് മരീഷ. ഈ മരീഷയിൽ വസുദേവൻ, ദേവഭാഗൻ, ദേവസ്രവസ്, ആനകൻ, സ്യഞ്ജയൻ, ശ്യാമകൻ, കാകനീയൻ, വത്സൻ, കാവ്യൻ എന്നീ 9 പുത്രന്മാരും പൃഥ, ശ്രുതദേവി, ശ്രുതകീർത്തി, ശ്രുതസ്രവസ്
രാജാതിദേവി എന്ന 5 പുത്രിമാരും ഉണ്ടായി. വസുദേവരുടെ സഹോദരന്മാരാണ് സത്യകനും അക്രൂരനും. അതായത് ബന്ധത്തിലുള്ള സഹോദരന്മാരാണ്. സത്യകന്റെ പുത്രനാണ് സാത്യകി. വസുദേവരുടെ ജനന സമയത്ത് ദേവന്മാർ ആകാശത്ത് വന്നു നിന്നുകൊണ്ട് ആനന്ദദുന്ദുഭി വാദ്യങ്ങൾ, അങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ മുഴക്കിയതിനാൽ വസുദേവർക്ക് ആനകദുന്ദുഭി എന്ന ഒരു പേരു കൂടി ലഭിച്ചു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഈ വസുദേവരുടെ പിതാവ് ശൂരസേനൻ, ശൂരസേനന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ ശിനി, നമ്മൾ മുമ്പേ പറഞ്ഞു, ശിനിയുടെ പുത്രനാണ് ഹൃദീകൻ. ആ ഹൃദീകന് കൃതവർമാവിനെ കൂടാതെ അക്രൂരൻ, ജയൻ, സാരണൻ, ഗദൻ എന്നീ പുത്രന്മാര് കൂടി ഉണ്ടായി. അക്രൂരൻ, സാത്യകി, സാരണൻ മുതലായവർ വസുദേവരുടെ സഹോദരന്മാരായി തീർന്നത് അങ്ങനെയാണ്. അതായത് അച്ഛൻ ഒന്നാണെങ്കിലും അമ്മമാർ വേറെയാണ്. ആ രീതിയിലാണ് ഇവര് സഹോദരന്മാരായത്. തൻ്റെ ബന്ധുവും തൻ്റെ കൂട്ടുകാരനുമായ കുന്തിഭോജ രാജാവിന് മക്കളില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൃഥയെ ശൂരസേനൻ ദത്തുപുത്രിയായി അദ്ദേഹത്തിന് ദാനം ചെയ്തു. കുന്തിഭോജനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് പൃഥയ്ക്ക് പിന്നീട് എന്ത് പേര് ലഭിച്ചു? കുന്തി എന്നുള്ള പേര് ലഭിച്ചു. ഈ കുന്തിയെ ഹസ്തിനപുരം യുവരാജാവായിരുന്ന പാണ്ഡുവാണ് വിവാഹം കഴിച്ചത്. അതുപോലെ ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായിരുന്ന ദേവകന് ദേവൻ, ഉപദേവൻ, സുദേവൻ, ദേവവർദ്ധനൻ എന്ന 4 പുത്രന്മാരും ശ്രുതദേവി, ശാന്തിദേവി, ശ്രീദേവി, ദേവരക്ഷിത, സഹദേവി, ദേവകി എന്നിങ്ങനെ 7 പുത്രിമാരും ഉണ്ടായി. ദേവകന്റെ ഈ 7 പുത്രിമാരെയും യഥാകാലം ആരാണ് വിവാഹം കഴിച്ചത്? വസുദേവരാണ് വിവാഹം കഴിച്ചത്. ഈ 7 പത്നിമാർക്കും പുറമെ വസുദേവർക്ക് രോഹിണി, ഭദ്ര, മദിര, ഇള, രോചന, പൗരവി, കൗസല്യ എന്നീ 7 ഭാര്യമാർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വസുദേവർക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 14 ഭാര്യമാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു സാക്ഷാൽ ദേവകി. കംസന്റെ പിതാവും രാജാവുമായിരുന്ന ഉഗ്രസേനന് കംസൻ ഉൾപ്പെടെ 9 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ 5 പെൺമക്കളെയും വസുദേവരുടെ അനുജന്മാർ വിവാഹം കഴിക്കുകയും ചെയ്തു. വസുദേവർക്ക് രോഹിണി ദേവിയിൽ ജനിച്ച മക്കൾ ആരൊക്കെയാണ്? ബലഭദ്രൻ, ഗദൻ, സാരണൻ, ദുർദമൻ, വിപുലൻ, ധ്രുവൻ, കൃതവർമ്മൻ എന്നീ 7 പുത്രന്മാരും പൗരവി എന്ന ഭാര്യയിൽ സുഭദ്രൻ, ഭദ്രബാഹു, ദർദൻ, ഭദ്രൻ എന്നീ 4 പുത്രന്മാരും മദിര എന്ന സ്ത്രീയിൽ നന്ദൻ, ഉപനന്ദൻ, കൃതകൻ, ശൂരൻ എന്നീ 4 പുത്രന്മാരും കൗസല്യയിൽ കേശി എന്ന പുത്രനും രോചനയിൽ ഹേമാംഗദൻ, ഹസ്കൻ എന്നീ 2 പുത്രന്മാരും ഇള എന്ന പത്നിയിൽ വൽക്കലൻ എന്ന പുത്രനും ശ്രുതദേവിയിൽ കൽപ്പദേവൻ എന്ന പുത്രനും ശാന്തി ദേവിയിൽ പ്രശമൻ, വസു, ഹംസൻ, സുതധ്വനൻ അങ്ങനെ തുടങ്ങുന്ന 6 പുത്രന്മാരും ദേവരക്ഷിതയിൽ ചാരുഗതൻ തുടങ്ങിയ 6 പുത്രന്മാരും ഉണ്ടായി. അങ്ങനെ
14 ഭാര്യമാരായിരുന്നു ആർക്കുണ്ടായിരുന്നത്? വസുദേവർക്കുണ്ടായിരുന്നത്. രാജാവായ ഉഗ്രസേനന് 9 പുത്രന്മാരുള്ളതിൽ മൂത്ത പുത്രനായിരുന്ന കംസൻ മഗധ രാജാവായ ജരാസന്ധന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ ഇവരെല്ലാം തമ്മിൽ എന്തുണ്ടായിരുന്നു? ബന്ധുത്വം ഉണ്ടായിരുന്നു. അല്ലാതെ പിന്നീടുണ്ടായ ശത്രുതയൊക്കെ നമ്മൾ വിചാരിക്കും ബന്ധുത്വമില്ലാത്തവരായിരുന്നു എന്ന്. പക്ഷേ ബന്ധുക്കൾ തമ്മിലായിരുന്നു പിന്നീടുണ്ടായ ആ വലിയ ശത്രുതയൊക്കെ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗം പറഞ്ഞു തന്നത്. കാരണം ബന്ധുക്കൾ തമ്മിലായിരുന്നു പിന്നീട് കലഹിച്ചത് മുഴുവനും. ഇങ്ങനെ പരസ്പരമുള്ള ബന്ധുത്വവും സൗഹൃദവും അനുസരിച്ച് ഉഗ്രസേനനും ശൂരസേനനും തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ശൂരസേനന്റെ രാജ്യം ആക്രമിച്ചു കീഴടക്കിയെങ്കിലും വളരെ ഉന്നതമായ ഒരു സ്ഥാനം ശൂരസേനന് ഉഗ്രസേനൻ നൽകിയിരുന്നു. ആ സ്നേഹബന്ധം അടിസ്ഥാനമാക്കിയാണ് തൻ്റെ 5 പുത്രിമാരെയും തൻ്റെ കൂട്ടുകാരനായ ശൂരസേനന്റെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ഉഗ്രസേനൻ രാജാവായി വാഴുന്ന കാലത്ത് ദുഷ്ടനായ കംസൻ പിതാവിനെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം സ്വയം രാജാവായി ആ സിംഹാസനത്തിൽ ഇരുന്നു, മധുരയുടെ രാജാവായി. അവന്റെ വീര്യപരാക്രമത്തെയും അവന്റെ സാമർഥ്യത്തെയുമൊക്കെ ഓർത്തിട്ട് ജരാസന്ധന് വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം ജരാസന്ധന് പറ്റിയ ഒരു മരുമകനായിരുന്നു ആര്? കംസൻ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? കാരണം ഭാഗവതം കഥാരൂപത്തിൽ അറിഞ്ഞിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പേരുകാരെല്ലാവരും തമ്മിൽ എത്ര വലിയ ശത്രുതയിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ഇവരൊക്കെ ബന്ധുക്കളാണ്, എന്നിട്ടും പിന്നീട് ശത്രുക്കളായി മാറുകയാണ് ചെയ്തത്. അതായത് കലിയുഗത്തിന്റെ ഒരു ലക്ഷണം എല്ലാം തന്നെ ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദുഷ്ടതരങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യദുവംശത്തിൽ ഇപ്രകാരമുള്ള സംഭവ പരമ്പരകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് ത്രേതായുഗത്തിലെ കാർത്യവീരാർജുനന്റെ കാലം കഴിഞ്ഞ് ദ്വാപരയുഗത്തിന്റെ അന്ത്യകാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സമയത്ത് ഭാരതത്തില് പല ദുഷ്ടരാജാക്കന്മാരുടെയും ജനനം വീണ്ടും സംഭവിച്ച് കഴിഞ്ഞിരുന്നു. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരിൽ ഗതികിട്ടാത്തവർ ഭൂമിയിൽ ദുഷ്ടരാജാക്കന്മാരായും അധാർമികളുമായും പിന്നീട് ജന്മമെടുക്കുകയായിരുന്നു. പരശുരാമന്റെ ക്ഷത്രിയ വംശ നാശത്തിന് ശേഷമുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിക്കുകയാണ്. എല്ലായിടത്തും അധർമ്മികളുടെ തേർവാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യാഗാദി പുണ്യകർമ്മങ്ങളും ഒന്നും തന്നെ എല്ലായിടത്തും ഇല്ലാതാകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ദ്വാപരയുഗം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം വരുന്ന കലിയുഗത്തിന്റെ പല ലക്ഷണങ്ങളും ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. അങ്ങനെ വളരെ ആപത്കരമായ ഒരു യുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോഴാണ് ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപം ധരിച്ച് വളരെയധികം വേദനയോടുകൂടി ബ്രഹ്മദേവനെ ചെന്നു കാണുന്നത്. ആ സങ്കടത്തിൽ നിന്നും തന്നെ രക്ഷിക്കണം, അതായത് ഇപ്രകാരമുള്ള ഈ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് ബ്രഹ്മദേവനോട് ഭൂമിദേവി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ നാരദരുണ്ടായിരുന്നു, അവിടെ മറ്റ് ശ്രേഷ്ഠന്മാരായ മഹർഷിമാരുണ്ടായിരുന്നു, ബ്രഹ്മർഷികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ കാര്യം അറിഞ്ഞു. കാരണം ബ്രഹ്മദേവന്റെ അടുക്കലേക്ക്
ആരെത്തിച്ചേർന്നിരിക്കുകയാണ് സങ്കടം പറയുന്നതിനായിട്ട്? ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അവരെല്ലാവരും കൂടി എവിടേക്ക് പോകുന്നു? കൈലാസത്തിലേക്ക് പോകുന്നു. കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ മഹേശ്വരനോട് സങ്കടം പറയുകയാണ്. ഭഗവാൻ പറയുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും ചേർന്ന്, പാർവതീദേവി ഉൾപ്പെടെയുള്ള ഭഗവതിമാരെല്ലാവരും ചേർന്ന്, ഭഗവാന്മാരും എല്ലാവരും കൂടി ചേർന്ന് എവിടേക്ക് പോകുന്നു? വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അങ്ങനെ അംബികാ സമേതം മഹാദേവനും സരസ്വതീ ദേവിയും ബ്രഹ്മദേവനും സകല ദേവസമൂഹവും മഹർഷി സമൂഹങ്ങളും ഭൂമിദേവിയോടൊപ്പം എവിടെ എത്തിച്ചേരുന്നു? വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. എല്ലാവരും കൂടി നാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ആര് പ്രത്യക്ഷപ്പെടുന്നു? സാക്ഷാൽ അനന്തപത്മനാഭൻ വൈകുണ്ഠപതി പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? ഭൂമിയുടെ ഭാരം തീർത്ത് ലോകരക്ഷ ചെയ്യുവാനും ധർമ്മം സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യഥാകാലം മധുരാപുരിയിൽ വാസുദേവ യാദവന്റെ പുത്രനായി അദ്ദേഹത്തിന്റെ പത്നിയായ ദേവകീ ദേവിയുടെ ഗർഭത്തിൽ എൻ്റെ സമ്പൂർണ്ണ കലകളോടും കൂടി അവതരിക്കും. വിശ്വകാരിണിയായ വിഷ്ണുമായ ഉമാദേവിയോട് ചേർന്ന് അമ്പാടിയിൽ യശോദയുടെ പുത്രിയായി ജനിക്കും. എൻ്റെ തൽപ്പമായ സർപ്പാധിനാഥൻ അനന്തൻ എൻ്റെ അഗ്രജനായും ജനിക്കും. എന്നിൽ ഭക്തിയുള്ള ദേവന്മാർ തങ്ങളുടെ സൂക്ഷ്മാംശം കൊണ്ട് യാദവന്മാരായും ഗോപന്മാരായും ജനിക്കണം. എന്നിൽ ഭക്തിയുള്ള ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായും പിറക്കണം. അതിനുവേണ്ട സകല കാര്യങ്ങളും ബ്രഹ്മദേവൻ നിർവഹിച്ചു കൊള്ളും എന്ന് വൈകുണ്ഠപതി അരുളി ചെയ്യുകയാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ പള്ളിനിദ്രയിൽ ലയിച്ചു. മനോഹരമായ അമൃത് പോലെയുള്ള വാക്കുകൾ കേട്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. ഭൂമിദേവി വളരെയധികം സന്തുഷ്ടയായി. അങ്ങനെ തൻ്റെ സങ്കടം തീർക്കുന്നതിനായി ഭഗവാൻ അവതരിക്കും, തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്ന് ഭൂമിദേവി ആശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ അവതരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ അവതാരം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞത്. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള, അതായത് ഭഗവാന്റെ അച്ഛനും വല്യച്ഛനും മറ്റു ബന്ധുക്കളും അമ്മാവനും ഒക്കെ തമ്മിലുള്ള, അവരൊക്കെ കംസനും വസുദേവരും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധം വന്നത്, ജരാസന്ധനുമൊക്കെയായി എങ്ങനെ ബന്ധം വന്നു, പാണ്ഡവരുമായി എങ്ങനെ ബന്ധം വന്നു, എന്തുകൊണ്ടാണ് ഭഗവാൻ അപ്പച്ചി എന്ന് കുന്തിദേവിയെ വിളിക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ജന്മാഷ്ടമി ദിവസം നിങ്ങൾ ഭഗവാന് തുളസിമാല, താമരമാല, പിച്ചിപ്പൂമാല, ഇതിലേതെങ്കിലുമൊക്കെ മാലകൾ നിങ്ങളുടെ കയ്യാൽ കെട്ടി സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങേറ്റം ഉത്തമം. അതല്ല മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി മാലയായി കിട്ടുന്നില്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ അന്നേ ദിവസം തൃക്കൈവണ്ണ ഭഗവാന് സമർപ്പിക്കുന്നത്, വഴിപാടായി കഴിപ്പിക്കുന്നത് അങ്ങേറ്റം ഉത്തമമാണ്. വെണ്ണ വഴിപാട്, അതുപോലെ ഒരു കദളിക്കുല നിങ്ങൾക്ക് മേടിച്ച് സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ്.
കദളിപ്പഴമായി സമർപ്പിക്കാനാണെങ്കിൽ അതും വളരെ ഉത്തമമാണ്. ത്രിമധുരം അത് വളരെ ഉത്തമമാണ്. മഞ്ഞപ്പട്ട് വളരെ ഉത്തമമാണ്. നെയ്വിളക്ക് ഇതൊക്കെ വളരെ ഉത്തമമാണ്. പാൽപ്പായസം വളരെ ഉത്തമമാണ്. അതുപോലെ എള്ളുണ്ട, ലഡു തുടങ്ങിയ മധുര പലഹാരങ്ങളൊക്കെ തന്നെ ഉണ്ണിക്കണ്ണനെ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ അഭിഷേകം ചെയ്യാനായി ഭഗവാന് പാല്, തുളസീജലം തുടങ്ങിയവ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള പുഷ്പാഞ്ജലി, അതുപോലെ പാപദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് ഉള്ള അർച്ചനകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ അന്നേ ദിവസം ഭഗവാന്റെ അവതാര കഥ അത് പാരായണം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമുക്ക് നമ്മുടെ മാധവം ചാനലിലൂടെ അന്ന് വൈകുന്നേരം 8 മണിക്ക് ഭഗവാന്റെ തിരു അവതാര കഥ ഞാനത് കഥാരൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ആ കഥ അന്നേ ദിവസം കേൾക്കണം, കേട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ഭാഗവതം ആ ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നെങ്കിൽ ആ ഭഗവാന്റെ അവതാര കഥാഭാഗം നിങ്ങൾ വായിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നിങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഉദ്യോഗത്തില് ജോലിയിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓം ശ്രീം ഗോവിന്ദായ നമ എന്ന് നിരന്തരം ജപിച്ചു തുടങ്ങിക്കോളൂ. അന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ ഇതുവരെ ഭഗവാന്റെ ഒരു നാമം, അത് നമ്മുടെ മാത്രമായ ഒരു നാമം എല്ലാവർക്കും ഉണ്ടാകണം. അതായത് ഞാൻ നിരന്തരം ഈ നാമമാണ് ഭഗവാനെ ഓർത്ത് ജപിക്കുന്നത്, ഭഗവാന് വേണ്ടി ജപിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോ നാമങ്ങൾ ഉണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. ചിലര് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമായിരിക്കും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലര് ഓ നമോ ഭഗവതേ വാസുദേവായ ആയിരിക്കും. അതല്ല, മറ്റു ചിലര് ചില മന്ത്രജപങ്ങളൊക്കെ ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ മന്ത്രം ഒന്നുകിൽ ഒരു ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം, അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം, അതല്ലെങ്കിൽ ഓം ശ്രീം ഗോവിന്ദായ നമ എന്നുള്ള മന്ത്രം, അല്ലെങ്കിൽ ഓം കൃഷ്ണായ നമ, എന്തായാലും, അല്ലെങ്കിൽ നാരായണായ നമ, ഏതാണോ നമുക്ക് പറ്റുന്നത് ആ മന്ത്രം, ആ നാമം അന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജപിച്ചു തുടങ്ങാം. പിന്നീട് അതായിരിക്കും നിങ്ങളുടെ മന്ത്രം. ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അർജുനനെ എങ്ങനെയാണോ ഭഗവാൻ സംരക്ഷിച്ചത് അതുപോലെ നിങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക. അങ്ങനെ ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് ജപിക്കാൻ പറ്റുന്ന ഒരു പുണ്യമായ ദിവസമാണ് ജന്മാഷ്ടമി ദിവസം. കാരണം ഭഗവാൻ ജനിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ഒരു മന്ത്രം, ഒരു നാമം നിങ്ങളും ഭഗവാനും വേണ്ടിയിട്ടുള്ള ഒരു നാമമായി നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ നാമം അന്നു മുതൽ ഒരു ഉപാസന പോലെ നിങ്ങൾ ജപിച്ചു തുടങ്ങുകയും ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അന്നേ ദിവസം നിങ്ങൾ ചെയ്യുക. നാരായണായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ വീടുകളിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ ഐക്യമത്യ സൂക്തം ഉപയോഗിച്ചിട്ടുള്ള അർച്ചനകൾ നിങ്ങൾ അന്നു മുതൽ കഴിപ്പിച്ചു തുടങ്ങുക. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും. ഭഗവാന്റെ ജനനം, ആ ജനന ദിവസം നിങ്ങൾ വ്രതമെടുത്ത് ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് അങ്ങേയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശ്വസിച്ച് ചെയ്യണം. ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. വലിയ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് പാണ്ഡവർ കടന്നു പോയത്. മാനഹാനി വരെ ദ്രൗപദിക്ക് ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും അവര് ഭഗവാനെ കൈവിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നതിനായിട്ട് ഭഗവാൻ എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ
നമ്മുടെ കൂടെയും ഭഗവാൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ അടുക്കൽ നിന്നും എന്നെ ഒരിക്കലും മാറ്റി നിർത്തരുതേ. എൻ്റെ മനസ്സിന് ഒരിക്കലും ഭഗവാനെ വിട്ടുപോകാൻ തോന്നരുതേ. എനിക്കെപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കാൻ സാധിക്കണമേ. എൻ്റെ മനസ്സിനെ ചലിപ്പിക്കരുതേ. എനിക്ക് കൂടുതൽ കൂടുതൽ സ്നേഹവും ഭക്തിയും അങ്ങയോട് തോന്നുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ പോലും എൻ്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും അങ്ങ് ഉണ്ടാക്കരുതേ. കൂടുതൽ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ കൂടെ ഇരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ. കാരണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്നും എന്തൊക്കെ മായകൾ ഉണ്ടായാലും, ആരൊക്കെ നമ്മളോട് എന്തൊക്കെ പറഞ്ഞാലും, ഭഗവാന്റെ തൃപ്പാദങ്ങളിലല്ലാതെ മറ്റൊരിടത്തേക്കും നമ്മുടെ മനസ്സ് പോകരുത്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ മായാദേവിയുടെ മായാവലയങ്ങളിൽപ്പെട്ട് നമ്മുടെ മനസ്സിന് മറ്റു ചിന്തകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ആ മായയെ ജയിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതിനുവേണ്ടി ഭഗവാനോട് ഭക്തി നൽകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. നാമജപം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ജന്മാഷ്ടമി ദിവസം മുതൽ തുടങ്ങിക്കൊള്ളൂ. മാറ്റം ഉണ്ടാകും. 100% വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.